ഒരു പ്രേക്ഷകൻ എഴുതുന്നു, താരിഫ് എം പി റിപ്പോർട്ടർ ചാനലിലെ സാനിയ മനോമിയെ ഇന്നലെ മുതൽ കാണാനില്ല എന്ന് പറയുന്നു. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? സാനിയ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. സാനിയോ, ഹലോ. അല്ല, സാനിയ നമുക്കൊന്ന് വിളിച്ചു നോക്കാവുന്നതാണ്. സാനിയ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. തസ്നീം, താരിഫ് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ദുസൂചന എന്ന് പറയുന്നത് സനിനോടൊപ്പം സാനിയയും പോയോ എന്നുള്ളതാണ്. സാനിയോ ചെയ്തത് സാനിയുടെ ജോലിയാണ് കേട്ടോ. അപ്പോൾ സാനിയോ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. സാനിയോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാൻ കേട്ടു, കമന്റ് കേട്ടു. നമ്മൾ നമ്മുടെ പണി ചെയ്യുകയാണല്ലോ. സാനിയോ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ? രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, സാനിയോ കാണാത്തതിനുള്ള ഒരു ആഗ്രഹം, അതല്ല സനിന്റെ കൂടെ സാനിയോ മുങ്ങിപ്പോയോ എന്നാണ്. അതായിരിക്കും, രണ്ടുമായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ഏതായാലും ഞാനിവിടെ ഉണ്ട്. പാർട്ടി കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തോൽവിയെ കുറിച്ചുള്ള കാര്യങ്ങളും അതൊക്കെ പാർട്ടി പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഏരിയ സമ്മേളനങ്ങൾ മാറ്റിവെച്ചിരുന്നു ഈ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ. അതൊക്കെ വീണ്ടും തുടങ്ങുന്നു ഇന്നു മുതൽ. ജില്ലാ സമ്മേളനത്തിലടക്കം ഇക്കാര്യം ചർച്ചയാവുകയും ചെയ്യും, പരാജയം എന്തുകൊണ്ട് എന്നുള്ളത്. പിന്നീട് അതായത് ഈ സംഘടനാ പ്രശ്നം ഈ CPM-ന്റെ പരാജയത്തിൽ ഒരു കാരണമായി എന്ന് തന്നെയാണ് അല്ലേ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ? അതെ, അങ്ങനെ തന്നെയാണ്. അതായത് അത് ഇന്നലെ തന്നെ സംസാരിക്കുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവും അത് തന്നെയാണ് പറഞ്ഞത്. സംഘടന ദുർബലമാണ് പാലക്കാട് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലം പരിധിയിലെങ്കിലും സംഘടന വളരെയധികം ദുർബലമായിട്ടിരിക്കുകയാണ്. അതിനെ ഒരു പുതിയ ഉണർവിലേക്ക് എത്തിക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതായത് സംസ്ഥാന സമിതി നേതാക്കളടക്കം വന്നുകൊണ്ട് കൃത്യമായ ഏകോപനത്തിലൂടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ സംഘടന അടിത്തട്ടിലേക്ക് കുറച്ചുകൂടി വളർത്തേണ്ടതുണ്ട്, അതിനെ കുറച്ചുകൂടി ശരിയാക്കേണ്ടതുണ്ട്. അത് ഈ സമ്മേളന കാലയളവിൽ തന്നെ നടക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു സൂചന. അതായത് ഏരിയ സമ്മേളനങ്ങൾ അടക്കം നടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു, ആർക്കൊക്കെയാണ് വീഴ്ച, എവിടെയാണ് വീഴ്ച സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ശേഷം ജില്ലാ നേതൃത്വത്തിനോ അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും സമ്മേളനങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് നടത്തുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളടക്കം വരുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. സമ്മേളനങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചയും അത് തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീഴ്ചയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പറയുന്നത് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കാരണം BJPക്ക് 10,000-ലധികം വോട്ടിന്റെ കുറവുണ്ടാകുമ്പോഴും CPM-ന് വോട്ട് വർദ്ധിക്കുക തന്നെയാണ് ചെയ്തത്. അതും സ്വന്തം ചിഹ്നത്തിലല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും വോട്ട് വർദ്ധിച്ചു എന്നൊരു കാഴ്ചപ്പാട് കൂടി പാർട്ടിക്കുണ്ട്. ഓക്കെ, താങ്ക് യു സാനിയോ മനോമി. അപ്പോൾ സാനിയോ മനോമി ഇവിടെ തന്നെ ഉണ്ട് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ തസ്ലീം ഉത്തരമായല്ലോ. ചോദിച്ചാൽ അപ്പം കിട്ടും ഉത്തരം, അതാണ് നമ്മുടെ ഒരു നിലപാട്. അപ്പോൾ സാനിയോ നമുക്കൊപ്പം ചേർന്നു. സാനിയോ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോയതാണ്. അപ്പോൾ കോഴിക്കോട് നിന്നും ഇനി സാനിയോ മനോമിയെ പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ സാനിയോ കണ്ടില്ല എന്നൊരു വിഷമം ഇനി പ്രേക്ഷകർക്ക് വേണ്ട.